യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തിന്റെ സന്ദേശം തൻ്റെ ശവക്കുഴി വരെ പ്രസംഗിച്ചപ്പോൾ യേശുവാകട്ടെ അതേ സന്ദേശം കാൽവറി ക്രൂശിൽ തൻ്റെ അവസാന ശ്വാസം വരെ മാത്രമല്ല തൻ്റെ ശവക്കല്ലറയ്ക്കും അപ്പുറം തുടർന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ഞാൻ ജോയി ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുന്നു. അവൻ കഷ്ടം അനുഭവിച്ചതിന് ശേഷം 40 നാൾ അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ആമേൻ. മരണത്തിന് തടഞ്ഞു വെക്കുവാനോ ശവക്കുഴിക്ക് അടച്ചു വെക്കുവാനോ കഴിയാത്ത ദൈവരാജ്യ സുവിശേഷത്തിന്റെ ശക്തിയും തേജസ്സുമാണ് യേശുവിലൂടെ പ്രകടമായത്. ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും മാത്രമല്ല യേശു ചെയ്തത്. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക, ക്ഷോഭിക്കുന്ന കടലിനെ ശാന്തമാക്കുക, വെള്ളത്തിന് മുകളിലൂടെ നടക്കുക തുടങ്ങിയ നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു എന്നുള്ളതാണ്. 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ 36 അത്ഭുതങ്ങൾ ചെയ്തതായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 3 മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുള്ളതാണ്. 1 നൈൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിധവയുടെ മകൻ, 2 യായിറോസിന്റെ മകൾ, 3 ബഥാനിയിലെ ലാസർ. ഇതുകൂടാതെ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തതായി യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. യേശു പ്രധാനമായി അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും തൻ്റെ ദൈവീയ അധികാരത്തെയും ദൈവപുത്രൻ എന്ന വ്യക്തിത്വത്തെയും വെളിപ്പെടുത്തുക മാത്രമല്ല, അതേസമയം തന്നെ പ്രത്യാശയില്ലാത്ത ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന്റെ ശക്തിയും ജീവനും വെളിപ്പെടുത്തി എന്നുള്ളതാണ്. വരാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ യേശു വിശക്കുന്നവരുടെ വിശപ്പ് അടക്കിയപ്പോൾ അവിടെ പട്ടിണിയും ദാരിദ്ര്യമില്ലാത്ത ഒരു ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇവിടെ യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ രോഗമില്ലാത്ത ഒരു രാജ്യത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ മരണമില്ലാത്ത ഒരു രാജ്യത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ചെറിയ ചിന്തകളാൽ ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.